ഫ്രണ്ട്സ് എല്ലാവർക്കും ഫാബ് കുക്ക് കളക്ഷന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സോണി മനോജ്. ഞങ്ങളുടെ സ്ഥലം മുമ്പാട് എന്ന് പറഞ്ഞാൽ നിലമ്പൂരിനോട് അടുത്തോട്ടോ ഈ മുമ്പാട് എന്ന് പറഞ്ഞ സ്ഥലം. പിന്നെ എൻ്റെ എല്ലാ ഫ്രണ്ട്സ് സുഖല്ലേ? ഞങ്ങൾക്ക് സുഖമാണ് കേട്ടോ. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പതിവ് പോലെ റണ്ണിങ് മെറ്റീരിയലായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. റണ്ണിങ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള റണ്ണിങ് മെറ്റീരിയലാണ് കേട്ടോ ഇന്ന് കൊണ്ടുവന്നേക്കുന്നതൊക്കെ. അപ്പൊ വേഗം പർച്ചേസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ നയിച്ചെടുക്കണം. മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ കാണിക്കുന്നത് കാന്താ കോട്ടൺ ആണ് കേട്ടോ. ഇപ്പൊ സമ്മർ സ്പെഷ്യൽ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്ലോത്ത് ആണ്. എന്ത് ഭംഗിയാന്ന് നോക്കിയ ഒരു ത്രെഡൊക്കെ വരുന്ന ഒരു ടൈപ്പാണ് ഈ കാന്താ കോട്ടൺ എന്ന് പറയുന്നത്. സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ലൈനിങ് ഒന്നും കൊടുക്കാതെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. നല്ല കോട്ടൺ ആണ്, നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ആണ്. പ്രിന്റ് കാണാൻ അതിനേക്കാളും ഭംഗിയാണ്. നല്ല റെഡ് ഒരു മെറൂണും കൂടെ സ്റ്റൈലായിട്ട് വരുന്ന ഒരു കളറല്ലേ, ലൈറ്റ് റെഡും ലൈറ്റ് മെറൂണും രണ്ടും കൂടി മിക്സഡ് ആയിട്ട് വരുന്ന നല്ല സൂപ്പർ കളർ, നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു കളറാണ്. എന്നിട്ട് അതിലോട്ട് നോക്കിയാൽ വൈറ്റ് പ്രിന്റ് കൂടെ കാണും. എന്ത് സ്റ്റൈലാന്ന് നോക്കിയേ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു വൈറ്റ് കളറോ റെഡ് കളറോ ഒക്കെ ബോട്ടം അല്ലെങ്കിൽ ജീൻസിന്റെ കൂടെ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് ഫ്രോക്ക് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ്. റേറ്റ് വരുന്നത് 130 റുപ്പീസ് ആണ് കേട്ടോ, 130 രൂപ. അടുത്തത് വരുന്നത് നല്ല ബ്ലൂ കളറാണ്, നേവി ബ്ലൂ കളറാണ് കേട്ടോ. അതിന്റെ പ്രിന്റ് നോക്കിയേ, എന്ത് സ്റ്റൈലാന്ന് നോക്കിയേ. നല്ല ടോപ്പ്, അതായത് കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടൊന്ന് ഇമാജിൻ, നല്ല കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാവുന്നൊന്ന് മൈൻഡിലൊന്ന് ഓർത്ത് നോക്കിയാൽ നല്ല സ്റ്റൈലായിരിക്കും അല്ലേ. നല്ല നമുക്ക് പാനൽ കട്ട് ചെയ്യാം, അതേപോലെ തന്നെ 2 പീസ് ചെയ്യാം, എല്ലാത്തിനും പറ്റും. ഇതിപ്പോൾ ടോപ്പും ബോട്ടമായിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ടോപ്പും ബോട്ടമായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു 4.5 മീറ്റർ മതിയാവും. അപ്പം നല്ല ഭംഗിയിലുള്ള 3 പീസോ അല്ലെങ്കിൽ പാനൽ കട്ടിലൊക്കെ ടോപ്പ് ചെയ്യാം. നല്ല പലാസോ ബോട്ടം ചെയ്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഒരു ഓപ്പണൊക്കെ കൊടുത്തിട്ട് ചെയ്താൽ മതി, നല്ല ഭംഗി ഉണ്ടാവും. റേറ്റ് വരുന്നത് 130 ആണ്. 44 ഇഞ്ചാണ് വിഡ്ത്ത്. കാന്താ കോട്ടൺ കേട്ടോ. അടുത്ത് വരുന്നത് നല്ലൊരു മസ്ലിൻ ടൈപ്പ്, ബോറിംഗ് മസ്ലിൻ എന്നൊക്കെ പറയത്തില്ല, ആ ഒരു മോഡൽ ക്ലോത്ത് ആണ്. നല്ല സിൽക്കി ആയിട്ടുള്ള ക്ലോത്ത് ആണ്. എന്നിട്ട് ഫുള്ളായിട്ട് ഹക്കോപ്പ് പോലെ നോക്കി, ഫുൾ എംബ്രോയിഡറി വർക്കും ഫുള്ള് കട്ടിങ്ങും ആണ് കേട്ടോ, കട്ടിങ് വർക്കാണ്. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് നോക്കിയ സൈഡ് താഴെ നമുക്കൊരു വൈറ്റ് കളറോ ഏതെങ്കിലും കളർ ലൈനിങ് കൊടുത്താൽ അതിങ്ങനെ എടുത്ത് കാണിക്കും. അങ്ങനത്തെ ഒരു ക്ലോത്ത് ആണ്. അപ്പൊ നമുക്ക് ഫ്രണ്ട് പോർഷനും കയ്യും ഇതും കൊണ്ട് ചെയ്യാം. എന്നിട്ട് ബാക്കും ബോട്ടം ഒക്കെ ഇതും കൊണ്ട് ചെയ്യാം. അങ്ങനെ പ്ലെയിനും വരുന്നുണ്ട്, ഇതിന്റെ വർക്കും വരുന്നുണ്ട്. വർക്കിന് റേറ്റ് വരുന്നത് 170 ആണ്. 44 ഇഞ്ച് വിഡ്ത്ത് ആണ്. അപ്പൊ ഇത് സിൽക്ക് ടൈപ്പ് ക്ലോത്ത് ആണ്. ഇതാ 100 റുപ്പീസ് ആണ് ഇതിന് റേറ്റ് വരുന്നത്. അപ്പൊ നമുക്ക് ട്രാൻസ്പെറന്റ് ഒന്നും അല്ല, അപ്പൊ ലൈനിങ് ഒന്നും വെക്കാതെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇത് ടോപ്പും ബോട്ടം വേണമെങ്കിൽ അങ്ങനെ ആക്കാം. ഇത് ഷോൾ ആക്കണേ, അതൊക്കെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. ഇത് ടോപ്പിനുള്ള ക്ലോത്ത്, ഇത് ബോട്ടത്തിനുള്ള ക്ലോത്ത്. ഇനി നിങ്ങൾക്ക് എങ്ങനെ മോഡൽ ചെയ്യണം എന്നുള്ള നിങ്ങളുടെ ഐഡിയ കേട്ടോ. അപ്പൊ നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ മോഡലാണ്. വെറൈറ്റി ആണ് എന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. കസ്റ്റമേഴ്സിന് വേണ്ടി നമ്മൾ വെറൈറ്റി പരമാവധി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഒരു പുതിയ മോഡലായിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയിലുള്ള ഹക്കോബ ടൈപ്പ് സിൽക്ക് കണ്ടോ, എന്ത് സ്റ്റൈലുണ്ടെന്ന് നോക്കിയേ. അപ്പൊ രണ്ടും കൂടി മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ്. വേഗം പർച്ചേസ് ചെയ്യണം കേട്ടോ. അടുത്ത കളർ നോക്കിയേ, നല്ല സ്റ്റൈൽ ആൻഡ് പീച്ച് കളർ പോലെ അല്ലേ. നല്ല നോക്കിയേ, ഈ എംബ്രോയിഡറി വർക്കിന്റെ ഇടയിൽ കൂടെ ഫുള്ളായിട്ട് ഹോൾസ് വരുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ഹോൾസ് വരുന്നുണ്ട്. നല്ല സൂപ്പറായിട്ട് സിൽക്കിൽ വരുന്ന ക്ലോത്ത് ആണ്. ഇനിയിപ്പോൾ കുറച്ച് തിക്നെസ് ഉണ്ട്, അപ്പോൾ സാരിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അതൊക്കെ ഒന്നും കുഴപ്പമില്ല. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ്. മെയിനായിട്ട് എനിക്ക് തോന്നുന്നു ടോപ്പിന്റെ ഫ്രണ്ട് പോർഷനും അതേപോലെ സ്ലീവിനും എടുത്ത് ഇത് ബാക്ക് സൈഡും ചെയ്യാം. അതിന്റെ പ്ലെയിനും കൂടെ ബാക്ക് സൈഡ് ചെയ്യാം. അതേമാതിരി ഷോൾ ആക്കാം, വേണമെങ്കിൽ ബോട്ടം ആക്കാം. ഇതൊക്കെ നിങ്ങളുടെ ചോയ്സ്. നല്ല സൂപ്പർ ആയിട്ടുള്ള ഡിസൈനും ആണ്, സൂപ്പർ കളറും ആണ് കേട്ടോ. കളർ എന്ത് വെറൈറ്റി കളറാന്ന് നോക്കി, നല്ലൊരു പീച്ച് കളറും ഒരു എന്താ പറയാ, ഒരു വെറൈറ്റി ആയിട്ടുള്ള കളർ, നല്ല സ്റ്റൈലൻ കളറാണ്. ഫുൾ എംബ്രോയിഡറി വർക്കിലാണ് വരുന്നത്. 170 ആണ് ഈ സിൽക്കിന്റെ ടോപ്പിന്റെ ക്ലോത്ത്. ഇത് വരുന്നത് സിൽക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ഒരു ഗ്ലൈസിങ് ഉണ്ട് ആ ക്ലോത്ത്, അല്ലാതെ വലിയ ചൂടെടുക്കുന്ന ക്ലോത്ത് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു സിൽക്കി ആയിട്ടുള്ള ക്ലോത്ത് ആണ് കേട്ടോ, അല്ലാതെ കോട്ടൺ അല്ല. ഹക്കോബ ടൈപ്പ് ആണ്. നല്ല ഭംഗിയിലുണ്ട്, നല്ല ഭംഗിയായിട്ടുള്ള ക്ലോത്ത് ആണ്. റേറ്റ് വരുന്നത് 170 ആണ് ഈ ക്ലോത്തിന്. പ്ലെയിൻ റേറ്റ് വരുന്നത് 100 റുപ്പീസ് ആണ് കേട്ടോ. അപ്പൊ ഈ രണ്ടും കൂടെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വേഗം പർച്ചേസ് ചെയ്തു. പിന്നെ നമുക്ക് കുട്ടികൾക്ക് ഗൗൺ വേണമെങ്കിൽ ചെയ്യാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതും കൊണ്ട് നമുക്ക് യോക്ക് പോർഷൻ ഒക്കെ ചെയ്യാം. ഇതും കൊണ്ട് നമുക്ക് ഒരു ലെയർ കൊടുക്കുക, പിന്നെ ഈ ഗൗണിന്റെ ഈ വർക്കുള്ളതും കൊണ്ട് ഒരു ലെയർ കൊടുക്കുക, പിന്നെ ഈ പ്ലെയിനും കൊണ്ടൊന്ന് ലെയർ കൊടുക്കുക. അങ്ങനെയൊക്കെ നല്ല ഗൗൺ ആയിട്ടൊക്കെ അടിച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അതേപോലെ 2 പീസിനും പറ്റും. ഇത് ടോപ്പ് ആക്കാം, ഇത് ബോട്ടം ആക്കാം, എല്ലാത്തിനും പറ്റുന്ന ഒരു ക്ലോത്ത് ആണ്. പെട്ടെന്ന് പർച്ചേസ് ചെയ്യണം കേട്ടോ. 44 ഇഞ്ചാണ് വിഡ്ത്ത്. അടുത്ത് വരുന്ന 3 പീസ് സെറ്റ് ആണ് കേട്ടോ. 3 പീസ് സെറ്റിൽ 2 ടോൺ എന്ന് പറഞ്ഞ ക്ലോത്ത് ആണ്. ഈ 2 ടോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്യുവർ കോട്ടൺ അല്ല, നല്ല അടിപൊളിയായിട്ടുള്ള ക്ലോത്ത്. പക്ഷെ ചൂടൊന്നുള്ള ക്ലോത്ത് അല്ല കേട്ടോ. നല്ല ഭംഗിയിലുള്ള പ്രിന്റ്, എന്ത് സ്റ്റൈലാന്ന് നോക്കിയാൽ കാണാന്. നമ്മുടെ നല്ല ബാട്ടിക് പ്രിന്റില് എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ, നല്ലൊരു ഗ്രേ കളറിലാതൊരു നല്ലൊരു വൈറ്റ് കളർ പ്രിന്റ്. ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത്. നല്ല സ്റ്റൈലൻ കളർ അല്ലേ. നല്ല റേറ്റും കുറവാട്ടോ. അപ്പൊ ചൂടൊന്നും ഇല്ലാത്ത ക്ലോത്ത് ആണ്. കോട്ടൺ അല്ല കേട്ടോ, കോട്ടൺ അല്ല, 2 ടോൺ എന്ന് പറയും. അങ്ങനത്തെ ഒരു ക്ലോത്ത് ആണ്. ഇതാ ഷോള് വരുന്നത് നിങ്ങൾക്ക് മുറിച്ചെടുക്കാം, എത്ര വേണമെങ്കിലും മുറിച്ചെടുക്കാം.
ഇപ്പൊ ടീച്ചേഴ്സിന്റെ ഒക്കെ ഫേവറേറ്റ് ആയിരിക്കും. ഇപ്പൊ ഈ ഡെയിലി യൂസുകാർക്ക് നല്ല സൂപ്പർ ക്ലോത്ത് ആണ് കേട്ടോ. അതാ ഇങ്ങനെയാണ് വരുന്നത്. 2 ടോൺ ആണ് ക്ലോത്ത്. ബോട്ടം വരുന്നത് ഇതാ ഇങ്ങനെ. അപ്പൊ നിങ്ങൾക്ക് ഇതും വേണമെങ്കിൽ ടോപ്പ് ആക്കാം, ഇത് ബോട്ടം ആക്കാം, അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. നമ്മളിങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഇത് ബോട്ടത്തിനുള്ള ക്ലോത്ത്, ഇത് ടോപ്പിനുള്ള ക്ലോത്ത്, അല്ലെങ്കിൽ ഇത് ടോപ്പ് ആക്കാം, ഇത് ബോട്ടം ആക്കാം, അതും നിങ്ങളുടെ ചോയ്സ്. അപ്പൊ സെറ്റിന് റേറ്റ് വരുന്നത് വളരെ കുറഞ്ഞ റേറ്റ് ആണ് കേട്ടോ. 780 780 രൂപ ഒരു സെറ്റിന്റെ റേറ്റ് ഉള്ളൂ. അപ്പൊ റേറ്റ് വരുന്നത് 780 ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് പർച്ചേസ് ചെയ്യണം. ഇപ്പൊ 2.5 മീറ്റർ വേണ്ടിയവർക്ക് 2.5 വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് തരാൻ പറ്റും. 2.25 വേണമെങ്കിൽ അങ്ങനെ എത്ര വേണമെങ്കിലും ഇത് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. രണ്ടും കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്ലോത്ത് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി പർച്ചേസ് ചെയ്യാം. റേറ്റ് 780 രൂപ മാത്രമേ ഉള്ളൂ. അടുത്ത് വരുന്നത് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ആണ് കേട്ടോ. നല്ല സ്റ്റൈലൻ കളറാണ്. ഇതിലോട്ട് നോക്കിയ പ്രിന്റുകൾ എങ്ങനെ വരുന്നതെന്ന് നോക്കിയാൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ള പ്രിന്റ് ആണ്. നല്ലൊരു കോട്ടൺ ഫീലാണ്. കോട്ടൺ അല്ല, 2 ടോൺ ആണ് ക്ലോത്ത്. ഇത് കണ്ടോ, അതിന്റെ ബാക്ക് സൈഡ് കണ്ടോ, ഇങ്ങനെ ഒരു ചെക്സ് പോലെ വരുന്ന ഒരു ക്ലോത്ത് ആണ്. നല്ല സൂപ്പർ ക്ലോത്ത് ആണ്. ലൈനിങ് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ഷോള് വരുന്നത് ഇതാ ഇങ്ങനെയാണ് കണ്ടോ. രണ്ടിന്റെയും കൂടെ മിക്സഡ് ആയിട്ട് ഷോള് വരുന്നുണ്ട്. ഇതാ ഇങ്ങനെ പ്രിന്റ് കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഷാളിന്റെ ഇങ്ങനെയാണ് ഷോള് വരുന്നത് കേട്ടോ. 780 ആണ് കേട്ടോ. 780 രൂപയുള്ള ഒരു സെറ്റിന്. ബോട്ടം വരുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങൾക്ക് ബോട്ടം ടോപ്പൊക്കെ നിങ്ങൾക്ക് തന്നെ എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റും. അപ്പൊ നല്ല ഭംഗിയുണ്ടെന്ന് വെച്ചാൽ നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ എന്ന് പറഞ്ഞാൽ അതിനും കുറച്ചും കൂടി നല്ല ഭംഗിയുള്ളൊരു കളറാണ്. മസ്റ്റാർഡ് യെല്ലോ എന്ന് കുറച്ചുകൂടി മാറും. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള കളറാണ്. ഒരുപാട് കുത്തുന്ന കളറല്ല. നല്ലൊരു എന്താ പറയാ, മഞ്ഞ എന്നൊക്കെ പറയുമ്പോൾ നല്ല രസമുള്ള ഒരു കളറല്ലേ. മാമ്പഴം കളറോ അങ്ങനത്തെ ഒരു കളറാണ്. നല്ല സ്റ്റൈലൻ കളറാണ്. അപ്പൊ ഷോൾ ഇങ്ങനെ വേറെ ചെയ്ത് കണ്ട നല്ല ഭംഗിയാ കേട്ടോ. ഇങ്ങനെ ഒരു യെല്ലോയിൽ ഇങ്ങനെ നോക്കി എന്ത് സ്റ്റൈലാന്ന് നോക്കിയേ. ഇങ്ങനെയാണ് ഷോൾ വരുന്നത്. അപ്പൊ നിങ്ങൾ സെറ്റ് വേഗം എടുക്കുക. 780 കേട്ടോ. 780 രൂപയാണ് സെറ്റിന്റെ റേറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും മീറ്റർ മുറിച്ചെടുക്കുക കേട്ടോ. അടുത്ത് വരുന്നത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡെൽറ്റ ക്രഷ് ആണ്. അപ്പൊ ഡെൽറ്റ ക്രഷ് എന്ന് പറഞ്ഞ ക്ലോത്ത് ഇതാ നല്ല സ്റ്റൈലൻ 58 ഇഞ്ച് വിട്ടുള്ള ക്ലോത്ത് ആണ്. ഇപ്പൊ റെഡിമെയ്ഡിലൊക്കെ ഫുള്ള് കാണുന്ന ഒരു ക്ലോത്ത് ആണ് അല്ലേ ഇത്. അതേപോലെ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു 10 എണ്ണത്തോളം ഞങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടോ. ഇങ്ങനെ നല്ല ബാബാ സൂട്ട് മോഡലിന് ചെയ്യാൻ നന്നായിട്ട് പോകുന്നുണ്ട് ഇത്. ബാബാ സൂട്ട് അതേപോലെ വേറെ ഇങ്ങനെ കോൺ മോഡലൊക്കെ വന്നിട്ടൊക്കെ കുറേ ഐഡിയകളായിട്ട് ചെയ്തു പോകുന്നുണ്ട്. അപ്പൊ നന്നായിട്ട് ഉള്ളിലൊരു ബനിയനും കൊടുത്ത് മേളിലോട്ടുള്ള ഓരോ മോഡലിന് ഇത് നന്നായിട്ട് പോകുന്നുണ്ട്. അല്ലാതെ തന്നെ ഇവിടെ തികയുന്നില്ല ഈ ക്ലോത്ത് എത്ര വന്നാലും. അപ്പൊ 80 റുപ്പീസേ ഉള്ളൂ. എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്ലോത്ത് ആണ് ഡെൽറ്റ ക്രഷ്. ഇപ്പൊ എല്ലാവരും ഈ വലിയ പ്രിന്റിനെയാണ് കേട്ടോ ഇഷ്ടപ്പെടുന്നത്. വലിയ വലിയ പ്രിന്റുകളെയാണ് ഇഷ്ടപ്പെടുന്നത്. ഈ കളറാണ് അടുത്ത് വരുന്നത് കേട്ടോ. നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ. നല്ല ഭംഗി ഇങ്ങനത്തെ പ്രിന്റുകളിലൊക്കെ ചെയ്താ. ഇത് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചൊന്ന് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തൊന്ന് കാണിക്കണം എന്ന് വിചാരിച്ച് നിന്നാ. പക്ഷെ അതിനുള്ള കഴിഞ്ഞില്ല, പണി കഴിഞ്ഞിട്ടില്ല. ഇതാ നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. ഇപ്പൊ നല്ല നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ റെഡിമെയ്ഡിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫുൾ ഈ ഒരു ഡിസൈനിലാണ് വലിയവർക്കും ചെറിയവർക്കും ഒക്കെ കിട്ടുന്ന ഷർട്ട്, ടോപ്പ്. അതേപോലെ കൂടുതൽ ബാബാ സൂട്ടിന്റെ മോഡലാണ് കേട്ടോ ഇത്. നന്നായിട്ട് താഴെ ഒരു ഫ്രില്ല്, ഇടയ്ക്കൊരു ഫ്രില്ല്, ഇവിടെ നെക്കില്ലാതെ, അല്ലെങ്കിൽ അങ്ങനെ പല പല മോഡലുകൾ മാറ്റി മാറ്റി വരുന്ന ഒരു ക്ലോത്ത് ആണ്. 80 റുപ്പീസ് ആണ്. 2 പീസിനും പോകുന്നുണ്ട് കേട്ടോ. 2 പീസിനും നന്നായിട്ട് പോകുന്നുണ്ട് കോഡ് ഡ്രസ്സിന്. അടുത്തത് അതിന്റെ തന്നെ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് നോക്കി എന്ത് സ്റ്റൈലാന്ന് നോക്കിയാൽ. ബ്ലാക്ക് ആൻഡ് വൈറ്റില് വലിയ വലിയ സൂര്യകാന്തി പൂക്കൾ പോലത്തെ പൂക്കൾ. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല സ്റ്റൈലായിട്ടുള്ള ഇപ്പൊ ഒരു വലിയ പ്രിന്റിന് ഭയങ്കര ഡിമാൻഡാണ്. അപ്പൊ നല്ല സ്റ്റൈലാണ് കേട്ടോ കാണാൻ. ബ്ലാക്കിൽ നല്ല വൈറ്റ് കളറ് ഡിസൈൻ. റേറ്റ് വരുന്നത് 80 റുപ്പീസ് ആണ്. 58 ഇഞ്ച് വിടുത്ത്. ഞാൻ ഇപ്പൊ കാണിച്ച 3 ഡെൽറ്റ ക്രഷ് 58 ഇഞ്ച് വിടുത്താണ് കേട്ടോ. അപ്പൊ നമുക്ക് മസ്ലിൻ സിൽക്ക് ആണ് കേട്ടോ. 150 റുപ്പീസിന്റെ അത് നമ്മൾ ഇന്ന് 130 റുപ്പീസ്, 20 രൂപ മൈനസ് ചെയ്ത് നല്ല സ്റ്റൈലായിട്ടുള്ള നല്ല അടിപൊളി കളറാണ്. ഇതൊരു പീക്കോ ഗ്രീൻ അല്ല കേട്ടോ. പീക്കോ ബ്ലൂ അല്ല, പീക്കോ ഗ്രീനും അല്ല. അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറാണ്. നല്ല ഗ്ലൈസിങ് ഉള്ള സിൽക്കി ആയിട്ടുള്ള. ഇപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് കാണുമ്പോൾ കാണില്ല, ഒരു ഗ്ലൈസിങ് കാണുന്നുണ്ടോ? അങ്ങനെ ഈ ഗ്ലൈസിങ് ഒരു സിൽക്ക് ഇങ്ങനെ ഉള്ള ഒരു ക്ലോത്ത് ആണ് കേട്ടോ, മസ്ലിൻ സിൽക്ക്. അപ്പൊ ഷോള് നമുക്ക് ഇങ്ങനത്തെ ഷോളുകൾ 140 റുപ്പീസിന്റെ ഒരുപാട് ഷോളുകൾ നമുക്ക് ഇങ്ങനത്തെ പല ടൈപ്പിലും ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ തന്നെ ചിലപ്പോൾ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്താൽ മതി. ഇപ്പൊ ഇതും കൊണ്ട് ടോപ്പ് ബോട്ടം ചെയ്തിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഷോള്. പിന്നെ കോഡ് ഡ്രസ്സിന് നന്നായിട്ട് പോകുന്നുണ്ട്. കോഡ് ഡ്രസ്സിന് എങ്ങനെ വെച്ചാൽ ടോപ്പ് ചെയ്യുക, ബോട്ടം ചെയ്യാം, 3 പീസിൽ കട്ട് ചെയ്യുക. എന്നിട്ട് നല്ലൊരു പോട്ടിൽ ബട്ടൺ കൊടുക്കുക. ഇവിടെ ഫുള്ളായിട്ട് പോട്ടിൽ ബട്ടൺ കൊടുത്ത് ഓപ്പൺ ആക്കിയിട്ടാൽ അതിന് നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പൊ നല്ലൊരു നമുക്ക് വേറെ ചെയ്ത് പോയാലും ഷോളൊന്നും ഇല്ലാതെ തന്നെ വേറെ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ്. 130 റുപ്പീസ് ആണ് കേട്ടോ മീറ്ററിന്. 44 ഇഞ്ച് വിട്ട്. അതിന്റെ തന്നെ നല്ലൊരു പിസ്ത ഗ്രീൻ ആണ്. പിസ്ത ഗ്രീൻ കുറച്ചുകൂടി ഡാർക്ക് ആണ് അല്ലേ. കുറച്ചുകൂടി ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ക്ലോത്ത് ആണ്. സെയിം മസ്ലിൻ സിൽക്ക് ഗ്ലൈസിംഗ് ഉള്ള ആ ക്ലോത്ത് ആണ്. 150 റുപ്പീസിൻ്റെത് 130 റുപ്പീസിനാണ് ഇന്ന് തരുന്നത്. ഗ്ലൈസിംഗ് ഉള്ള ക്ലോത്ത് തന്നെയാണ്. എന്നാലും ഓവർ ഗ്ലൈസിംഗ് അല്ല, ഒരു ചെറിയൊരു ഗ്ലൈസിങ്. അപ്പൊ നല്ല ഭംഗിയിലുള്ള നമുക്ക് നല്ലൊരു നമുക്ക് വേറെ ചെയ്ത് പോകാൻ നല്ല സൂപ്പർ ആയിട്ടുള്ള ക്ലോത്ത് ആണ്. നമ്മളിതിന്റെ കുറച്ച് മുമ്പ് ഇങ്ങനെ എല്ലാത്തിനും ബോട്ടമായിട്ട് വരുന്നുണ്ടായിരുന്നു. അടുത്തത് വരുന്നത്
നല്ലൊരു യെല്ലോ കളറാണ് കേട്ടോ. അപ്പൊ ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനത്തെ കൊണ്ടുവരുമോ ചോദിക്കാന്നുകൊണ്ട് കുറച്ചായി. അപ്പൊ നമുക്ക് ബോട്ടത്തിന്റെ ക്ലോത്ത് മാത്രം നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതാ 130 റുപ്പീസ്. നല്ലൊരു യെല്ലോ കളറാണ്. ഇതും ഒരു ഗ്ലൈസിങ് ഉള്ള ക്ലോത്ത് ആണ്. അപ്പൊ ടോപ്പും ബോട്ടം ചെയ്തിട്ട് നല്ലൊരു ബ്ലാക്ക് കളറിൽ പ്രിന്റ് ഉള്ള ഒരു ഷോളും കൂടെ വെയർ ചെയ്താൽ അടിപൊളിയായിരിക്കും. ഇപ്പൊ പറഞ്ഞില്ല പാനൽ കട്ട് ചെയ്തിട്ട് 2 പീസ് ചെയ്താലും നല്ല ഭംഗിയുണ്ടാവും. ഷർട്ട് മോഡലൊക്കെ ചെയ്താൽ നല്ല സ്റ്റൈലായിരിക്കും. അത് നിങ്ങളൊന്ന് മൈൻഡിൽ നോക്കുക. അടുത്തത് നല്ല റോസും റെഡും എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ട് വരുന്ന നല്ലൊരു ഗ്ലൈസിങ് ഉള്ള ക്ലോത്ത് ആണ് കേട്ടോ. എന്ത് സ്റ്റൈലാ നോക്കി 44 ഇഞ്ച് വിട്ടാണ് എല്ലാവേ. അപ്പൊ ഇതും കൂടെ ടോപ്പും ബോട്ടവും ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഷാള് വെയർ ചെയ്താൽ മതി. എനിക്കൊന്ന് അതിനേക്കാളൊക്കെ 2 പീസ് ചെയ്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പൊ നല്ല ഭംഗിയുള്ള ക്ലോത്തിന്റെ റേറ്റ് 130 റുപ്പീസ് ആണ് കേട്ടോ. 44 ഇഞ്ച് വിട്ട്. അപ്പൊ ഇന്നത്തെ ക്ലോത്തുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.